നമസ്കാരം KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോളിംഗ് ബൂത്തിൽ ചെന്നാൽ വോട്ടർമാർക്ക് ഇനി ടെൻഷൻ വേണ്ട. വോട്ട് ചെയ്യുന്ന രീതി പരിചയപ്പെടുത്തുന്ന വോട്ട് വണ്ടി ജില്ലയിലും. ജില്ലാ പഞ്ചായത്ത് ഭരണകൂടം പിടിച്ചെടുക്കുമെന്ന് UDF. ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം മുന്നണി നേടുമെന്ന് നേതാക്കൾ. പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ ചിത്രീകരണവും. ജില്ലയിൽ 51 ബൂത്തുകളിൽ വീഡിയോ സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യ ഭരണാധികാരി. തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ BJP നേതാക്കളുടെ പര്യടനം. അട്ടിമറി വിജയം നേടുമെന്ന് BJP നേതാവ് CK പത്മനാഭൻ. അപകട പരമ്പരകളുമായി മഞ്ചേശ്വരം. കുഞ്ചത്തൂരിൽ വീണ്ടും വാഹനാപകടം. ഒരാളുടെ നില ഗുരുതരം. വാർത്തകൾ വിശദമായി. വോട്ട് ചെയ്യുന്ന രീതി വോട്ടർമാരെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി വോട്ട് വണ്ടി ജില്ലയിൽ പര്യടനം തുടങ്ങി. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഫ്ലാഗ് ഓഫ് ചെയ്തു. 3 ദിവസങ്ങളിലാണ് വോട്ട് വണ്ടിയുടെ പര്യടനം ജില്ലയിൽ ഉണ്ടാവുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നവംബർ 2-ന് നടക്കാനിരുന്ന വോട്ടെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ സമ്മതിദായകരെ പരിചയപ്പെടുത്തുന്നതിനായി വോട്ട് വണ്ടി ജില്ലയിലെത്തി. കളക്ടറേറ്റ് പരിസരത്ത് വെച്ച് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ വോട്ട് വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു. വോട്ട് ചെയ്യുന്ന രീതി വോട്ടർമാരെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും ചേർന്ന് വോട്ട് വണ്ടി സജ്ജമാക്കിയത്. വോട്ട് ചെയ്തു നോക്കുന്നതിനുള്ള സൗകര്യത്തോടൊപ്പം വോട്ടിംഗിന്റെ ഘടകങ്ങൾ വിശദീകരിക്കുന്ന CD പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖകളും തയ്യാറാക്കിയിട്ടുണ്ട്. 3 ദിവസങ്ങളിലാണ് വണ്ടി ജില്ലയിൽ പര്യടനം നടത്തുക. ജില്ലാ പഞ്ചായത്ത് ഭരണമടക്കം മിക്ക ബ്ലോക്കുകളും പഞ്ചായത്തുകളും തങ്ങൾ നേടുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ജില്ലാ പഞ്ചായത്തിലടക്കം UDFന്റെ ശക്തമായ മുന്നേറ്റമായിരിക്കും ഇത്തവണ കാണാൻ കഴിയുക. ജില്ലാ പഞ്ചായത്തിൽ BJP വട്ടപൂജ്യമായി മാറും. BJPയുടെ സ്വാധീനം തടയുമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളിൽ BJPയുടെ സ്വാധീനത്തെ വലിയ തോതിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മതേതര കേരളത്തിൽ ഈ ഒരു ശക്തിയുടെ സ്വാധീനം വലിയ എല്ലാ തലങ്ങളിലും കുറച്ചു കൊണ്ടുവരുവാനുള്ള പോരാട്ടത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. അത് നിറവേറ്റാൻ ഞങ്ങൾക്ക് കഴിയും. ജില്ലയിൽ എടനീർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ തവണ നേടിയ വിജയം അവർക്ക് ആവർത്തിക്കാൻ കഴിയില്ല. BJPക്ക് ജില്ലാ പഞ്ചായത്തിനകത്ത് ഒരൊറ്റ സീറ്റ് പോലും ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള നിലയിൽ തന്നെ ഞങ്ങൾ ഈ പോരാട്ടത്തെ മുന്നോട്ട് നയിക്കും. ഇടതുപക്ഷം കൂടുതൽ ദുർബലമായി കൊണ്ടിരിക്കുകയാണെന്നും UDFന്റെ ശക്തമായ മുന്നേറ്റമായിരിക്കും ഇത്തവണ കാണാൻ കഴിയുന്നതെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ 11-12 സീറ്റുകൾ UDF നേടും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്നീട് തീരുമാനിക്കുമെന്നും ഖമറുദ്ദീൻ കൂട്ടിച്ചേർത്തു. 2 മുന്നണികൾ തമ്മിലാണ് ഇവിടെ മത്സരം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ തലനാരിഴ വ്യത്യാസത്തിനാണ് പാർലമെന്റിലെ ഒരു സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഒരു ബാക്കി പത്രമായി നമ്മുടെ മുമ്പിലുണ്ട്. അത് തന്നെ ഇപ്രാവശ്യവും തീർച്ചയായും UDFനെ സംബന്ധിച്ചിടത്തോളം നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ ഒരു പ്രചോദനമായിട്ട് കൂടി ഞങ്ങളതിനെ കാണുകയാണ്. രാഷ്ട്രീയ കാലാവസ്ഥ UDFന് ഏറെ അനുകൂലമാണെന്ന് KPCC നിർവാഹക സമിതി അംഗം P ഗംഗാധരൻ നായർ അഭിപ്രായപ്പെട്ടു. 2-3 പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് അതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ജില്ലാ പഞ്ചായത്തിൽ ഭരണത്തവണ UDF ലഭിക്കും, ഒരു സംശയക്കാരില്ല. അതേപോലെ നമ്മുടെ മാക്സിമം പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 19 പഞ്ചായത്താണ്. 25ഓളം പഞ്ചായത്താണ് പ്രതീക്ഷിക്കുന്നത്. മിക്കവാറും അത് കിട്ടുന്ന കാര്യം സംശയമൊന്നും ഉണ്ടാവില്ല. രാഷ്ട്രീയ കാലാവസ്ഥ UDF അനുകൂലമാണ്. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ രാവണേശ്വരം സ്വാഗതവും അബ്ദുള്ള കുഞ്ഞിയുദമ നന്ദിയും പറഞ്ഞു. പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. 51 ബൂത്തുകളിലാണ് വീഡിയോ സംവിധാനം ഏർപ്പെടുത്തുക. പ്രശ്നബാധിതമായ ബൂത്തുകളിൽ വീഡിയോഗ്രാഫി സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് മേധാവികളും സെൻസിറ്റീവ് എന്ന് കണ്ടെത്തിയ ജില്ലയിലെ 51 പോളിംഗ് ബൂത്തുകളിലാണ് വീഡിയോഗ്രാഫി സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇതിനു പുറമെ പ്രശ്നബാധിതമാണെന്ന് സ്ഥാനാർത്ഥികളോ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ആവശ്യപ്പെടുന്ന ബൂത്തുകളിൽ അവരുടെ ചെലവിൽ വീഡിയോഗ്രാഫി സംവിധാനം ഏർപ്പെടുത്തും.
ഇതിനായി ബൂത്ത് 1-ന് 4000 എന്ന നിരക്കിൽ സ്ഥാനാർത്ഥികൾ കളക്ടറേറ്റിൽ നേരിട്ട് അടയ്ക്കണം. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയങ്ങൾ നേടുമെന്ന് ബി.ജെ.പി. ദേശീയ സമിതി അംഗം സി.കെ. പത്മനാഭൻ പറഞ്ഞു. ചേറ്റുകുണ്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പി. ജനപിന്തുണ കേരളത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന് സി.കെ. പത്മനാഭൻ പറഞ്ഞു. പുതിയ മുന്നണികൾ ബി.ജെ.പിയെ പിന്തുണയ്ക്കാൻ രംഗത്ത് വരുന്നതായും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ അത്ഭുതപ്പെടുത്തുന്ന വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പള്ളിക്കര പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ ആവേശം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സവിശേഷത ബി.ജെ.പി. ഒറ്റക്കല്ല, ബി.ജെ.പിയുടെ പക്ഷത്ത് നിരവധി സമുദായ സംഘടനകൾ അണിനിരന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. മുന്നണി എന്ന അർത്ഥത്തിൽ വലിയ ധാരാളം പാർട്ടികൾ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ കൂടെ വന്നിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ PC തോമസ് വിഭാഗം രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പക്ഷത്തുണ്ട്. അതുപോലെ RSPയുടെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പ്രൊഫസർ താമരാക്ഷൻ്റെ നേതൃത്വത്തിലുള്ള RSP നമ്മുടെ പക്ഷത്തുണ്ട്. അങ്ങനെ രാഷ്ട്രീയപരമായി 2-3 സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ അണിനിരന്നിരിക്കുകയാണ്. ബി.ജെ.പി. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്ത് കുമാർ അധ്യക്ഷനായി. ബി.ജെ.പി. നേതാക്കളായ നഞ്ചിൽ കുഞ്ഞിരാമൻ, പുല്ലൂർ കുഞ്ഞിരാമൻ, ബി.ജെ.പി. സ്ഥാനാർത്ഥികളായ കെ അശോകൻ, ടി ശാരദ, HR കേശവ, ഭാരതി, പത്മാജി, സവിത സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. എ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. കുഞ്ചത്തൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചു. ഒരാളുടെ നില ഗുരുതരം. കുഞ്ചത്തൂർ സലഫി പള്ളിക്ക് സമീപം ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. മഞ്ചേശ്വരം കുഞ്ചത്തൂർ സലഫി പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാറിന്റെ ഉടമസ്ഥനായ ഉപ്പള ഗേറ്റ് സ്വദേശി അബ്ദുൾ റസാഖിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ ഒരു ഭാഗം ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന അബ്ദുൾ റസാഖിന്റെ ബന്ധുവായ സ്ത്രീക്ക് ചെറിയ പോറലേറ്റു. മംഗലാപുരത്തു നിന്നും വരികയായിരുന്ന ലോറിയാണ് സലഫി പള്ളിക്ക് സമീപം വെച്ച് എതിരെ വന്ന കാറിന് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് കുഞ്ചത്തൂർ ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു. വിവരമറിഞ്ഞെത്തിയ മഞ്ചേശ്വരം പോലീസാണ് ഗതാഗത തടസ്സം നീക്കിയത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം നടന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പൂർത്തിയായി. വ്യാഴാഴ്ചയായിരുന്നു പരിശീലനം. പരിശീലനത്തിന് പങ്കെടുക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യ ഭരണാധികാരി PS മുഹമ്മദ് സഗീർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായുള്ള പരിശീലനം ഗവൺമെന്റ് കോളേജിൽ വ്യാഴാഴ്ച പൂർത്തിയായി. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളുടെ ക്രമീകരണം, വോട്ടിംഗ് മെഷീനുകളുടെ കാര്യക്ഷമത തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവൺമെന്റ് കോളേജിൽ നടന്നത്. ഒക്ടോബർ 26-27 തീയതികളിൽ നടന്ന റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കാണ് ഇന്ന് വീണ്ടും പരിശീലനം നൽകിയത്. ഈ ദിവസങ്ങളിൽ പരിശീലനത്തിന് ഹാജരാകാത്ത മുഴുവൻ പ്രിസൈഡിംഗ് ഓഫീസർമാരും വ്യാഴാഴ്ചത്തെ റിഹേഴ്സലിൽ ഹാജരായി. അതേസമയം പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജില്ലയിൽ മൊത്തം 9,51,703 വോട്ടർമാരാണ് ഉള്ളത്. നവംബർ 1 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം 2,652 ആണ്. അതേസമയം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒക്ടോബർ 31 വരെ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. മംഗലാപുരം ഒമേഗ ഹോസ്പിറ്റലിൽ സൗജന്യ ഹൃദ്രോഗ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1 ക്യാമ്പ് നടത്തുക. ഹാർട്ട് സ്കാൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഒമേഗ ഹോസ്പിറ്റൽ, മംഗലാപുരം ഹാർട്ട് സ്കാൻ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹൃദ്രോഗ ബോധവൽക്കരണ ക്യാമ്പ് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഹൃദയത്തിൽ ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള കൊറോണറി കാൽസ്യം സ്കോറിംഗ് ആൻജിയോഗ്രാം ക്യാമ്പും സംഘടിപ്പിക്കും. കേരളപ്പിറവി ദിനമായ നവംബർ 1 ക്യാമ്പ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1 തൊട്ട് 30 നവംബർ വരെ ഫ്രീ കാർഡിയാക് ചെക്കപ്പ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒമേഗ ഹോസ്പിറ്റലും പിന്നെ മാംഗ്ലൂർ ഹാർട്ട് ഫൗണ്ടേഷൻ സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇത് ചെയ്യുന്ന സ്ഥലം മാംഗ്ലൂർ ഹാർട്ട് ഫൗണ്ടേഷൻ, ബെന്ദൂർ റോഡ്, മാംഗ്ലൂർ. അവിടെ സൗജന്യ ഹൃദയ പരീക്ഷ ജനങ്ങൾക്ക്, അതിൽ ഫ്രീ ആയിട്ട് എക്കോ കാർഡിയോഗ്രാം, ഹാർട്ടിൻ്റെ പമ്പിങ്, ECG,
അതുപോലെ TMT, അതിൻ്റെ ശേഷം രക്തപരീക്ഷം, മധുമേഹം, പ്രമേഹ രോഗം, കൊളസ്ട്രോൾ ചെക്കപ്പ്, കിഡ്നിയുടെ ഫങ്ഷൻ, ക്രിയാറ്റിൻ, പിന്നെ ഹീമോഗ്ലോബിൻ, ഇത്ര ടെസ്റ്റുകൾ സൗജന്യമായിട്ട് ചെയ്യുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. പൈവളികയിൽ വീണ്ടും താമര പൂത്തുലയുമോ? BJPയുടെ ഭരണം പിടിച്ചെടുക്കാൻ LDFും UDFും. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പഞ്ചായത്തുകളിൽ ഒന്നാണ് പൈവള്ളികെ. തികച്ചും ഗ്രാമീണമായ നാട്. ഭാഷയിലും സംസ്കാരത്തിലുമെല്ലാം ഈ നാട് കർണാടകയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും കൊണ്ട് സമ്പന്നമായ നാട്. മൊത്തം 19 വാർഡുകളുണ്ട് ഈ പഞ്ചായത്തിൽ. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ 8 അംഗങ്ങളുടെ ബലത്തിൽ BJPയാണ് പൈവള്ളികയുടെ ഭരണം നയിക്കുന്നത്. BJPയിലെ മണികണ്ഠറയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവിടെ 7 അംഗങ്ങളുള്ള UDFും പ്രബല ശക്തിയാണ്. മുസ്ലിം ലീഗിന് 5ഉം കോൺഗ്രസിന് 2ഉം അംഗങ്ങളുണ്ട്. 4 അംഗങ്ങളുള്ള CPMും വൻ ശക്തി തന്നെ. നിർമ്മൽ പുരസ്കാരത്തിന്റെ തിളക്കവും 100% നികുതി പിരിച്ചെടുത്തതും കുടിവെള്ള പദ്ധതിയുമെല്ലാം വലിയ നേട്ടങ്ങളായി ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു BJPയുടേതെന്ന് UDF പ്രതിനിധി അബുബക്കർ പെർവടി പറയുന്നു. ഇങ്ങനത്തെ അഴിമതി അല്ലാതെ വേറെ പഞ്ചായത്തിൽ ഒരു വികസനം ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഒരു വികസനം ഏതെങ്കിലും ഒരാളും ഈ വികസനത്തെ പറ്റി പറയില്ല. ഒരു ചെയ്തതന്നെ കൊള്ളത്തരം ഇതും അല്ലാതെ വേറെ ഒന്നുമില്ല ഈ പഞ്ചായത്തിൽ. CPM ഈ വർഷം ശക്തമായ സാന്നിധ്യമായി മാറുമെന്നും ഭരണം പിടിച്ചെടുക്കുമെന്നുമാണ് അവകാശപ്പെടുന്നത്. ഭരണ ചേഞ്ച് ആയാൽ ഭ്രഷ്ടാചാരം ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭരിക്കുന്നു പറയുന്നു. നമ്മളെ LDF വന്നാൽ നല്ല ഇതുണ്ട്, ഹോപ്സ് ഉണ്ട്, അതെ ജനങ്ങളെ കയ്യിലുണ്ട്. പുരസ്കാരത്തിന്റെ തിളക്കത്തോടൊപ്പം ചെയ്തുവെച്ച കുറേ നേട്ടങ്ങളുടെ പട്ടിക നിരത്താനുണ്ട് BJPക്ക്. ഇതെല്ലാം ഓട്ടായി മാറുമെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ജയലക്ഷ്മി ഭട്ട് പറഞ്ഞു. പൈവളിക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യ ഭാരതീയ ജനതാ പക്ഷത്തിൻ്റെ ആഡളിത വ്യവസ്ഥയിൽ നമ്മൾ നല്ല ഭരണ കാഴ്ച ജനങ്ങൾക്ക് നേടാൻ സാധ്യതയായിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഒരു അഴിമതി മുക്ത ഗ്രാമപഞ്ചായത്ത് എന്ന ഒരു പ്രശസ്തിയും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2005 മുതൽ 10 നമ്മൾ ഭാരതീയ ജനതാ പക്ഷത്തിൻ്റെ പൈവളിക്ക് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരായിട്ട് നല്ല ರೀತಿಯ ആഡಳಿತ കൊടുത്തിട്ട് രാഷ്ട്ര തലത്തിൽ നമ്മളെ രാഷ്ട്രീയ പ്രശസ്തി എന്ന് പറഞ്ഞാൽ നിർമ്മല ഗ്രാം പുരസ്കാർ നേടാൻ സാധ്യതയായിട്ടുണ്ട്. അതിർത്തിയുടെ മനസ്സ് ബലാബലമാകുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രം ആകാംക്ഷയോടെയാണ് ഈ പഞ്ചായത്തിനെ നോക്കിക്കാണുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സണായ K. ദിവ്യ മത്സരിക്കുന്ന ഐങ്ങോത്ത് വാർഡിൽ മത്സരം തീപ്പാറുകയാണ്. വിജയം ഉറപ്പിച്ച് ദിവ്യയുടെ പ്രചരണം അവസാന ഘട്ടത്തിൽ. ബാർ വിഷയം കലക്കിമുറിച്ച നഗരസഭയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത K. ദിവ്യ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഭരണരംഗത്ത് തന്റെ മികവ് തെളിയിച്ച പൊതുപ്രവർത്തകയാണ്. കേരളത്തിൽ JDUവിന്റെ ഏക ചെയർപേഴ്സൺ എന്ന പദവിയിലിരിക്കുമ്പോഴും പാർട്ടിയോടും UDFിനോടും കൂറുകാട്ടിയ K. ദിവ്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഉറച്ച വാർഡായ അരൈ വാർഡിൽ നിന്നും ഇടതു സ്വാധീനമുള്ള ഐങ്ങോത്താണ് ദിവ്യ ജനവിധി തേടുന്നത്. തനിക്കുണ്ടാക്കാനായ ജനവിധി വോട്ടായി മാറുമെന്ന വിശ്വാസമാണ് ദിവ്യയെ ഐങ്ങോത്ത് വാർഡിലെത്തിച്ചത്. വാർഡിലെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത ഉറച്ച വിജയപ്രതീക്ഷ നൽകുന്നതായി ദിവ്യ പറയുന്നു. നഗരസഭയുടെ അതേ ഇപ്പോൾ ആരാണ് ഭരണത്തിൽ വരുന്നത് അവരുടെ സഹായത്തോടു കൂടി തന്നെ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി തന്നെ വലിയൊരു തുക ഒരുപക്ഷെ സാറ്റലൈറ്റ് സർവേ ഒക്കെ വേണ്ടി വരുമായിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് ഈ ഒരു വാർഡിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് വാർഡുകൾ അടങ്ങിയ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് ഒന്നാമത് അതിനുള്ളൊരു പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാനിപ്പോൾ ഈ പ്രകടന പത്രികകളുടെ ജനങ്ങളോട് അറിയിക്കാൻ പോകുന്നത്. പടന്നക്കാട് ഗേറ്റിനോട് ചേർന്നുള്ള വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന് ദിവ്യ പറയുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. 1300 വോട്ടർമാരുള്ള ഇവിടെ കഴിഞ്ഞ തവണ LDFിലെ സുശാന്ത് 232 വോട്ടിനാണ് വിജയിച്ചത്. ഇത്തവണ വോട്ടർമാർ മാറി ചിന്തിക്കുമെന്ന് വാർഡിനകത്തുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നതായി UDF നേതാക്കൾ പറഞ്ഞു. വിദ്യാഭ്യാസവും ഭരണപരിചയവും തുണയായുള്ള ദിവ്യയ്ക്ക് വോട്ട് ചെയ്യാൻ നിഷ്പക്ഷമതികൾ തയ്യാറാവുമെന്നാണ് UDF നേതൃത്വം വിലയിരുത്തുന്നത്. ഭാഗ്യവും നിയോഗവും തുണയായിട്ടുള്ള ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഐങ്ങോത്തെ തെരഞ്ഞെടുപ്പും തുണയാകുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത്.
ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന് ഇനി പുതിയ സാരഥികൾ. സ്ഥാനാരോഹണ ചടങ്ങ് IMA ഹൗസിൽ നടന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് IMA ഹൗസിൽ നടന്നു. കേരള സംസ്ഥാന ഘടകം പ്രസിഡന്റ് ഡോക്ടർ AV ജയകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അദ്ദേഹം പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. IMA ഭാരവാഹികളായി ഡോക്ടർ N രാഘവനെ പ്രസിഡന്റായും ഡോക്ടർ മണികണ്ഠൻ നമ്പ്യാരെ സെക്രട്ടറിയായും ഡോക്ടർ K ഹേമരാജനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ഡോക്ടർ P കൃഷ്ണൻ, ഡോക്ടർ സൂരജ് നമ്പ്യാർ, ഡോക്ടർ KCK രാജ, ഡോക്ടർ KG പൈ, ഡോക്ടർ ബൽറാം നമ്പ്യാർ, ഡോക്ടർ TV പത്മനാഭൻ, ഡോക്ടർ കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കാർഷിക ജീവിതം നയിക്കുന്ന ഉദയനഗറിലെ ചന്തുട്ടിയുടെ ജീവിതമാർഗം തെരുവുനായ്ക്കൂട്ടം നശിപ്പിച്ചു. പ്രതിഷേധങ്ങൾക്കും സങ്കടങ്ങൾക്കും മുന്നിൽ കണ്ണടക്കുകയാണ് അധികൃതർ. ദീർഘകാലം ഗൾഫ് നാടുകളിൽ അത്യധ്വാനം ചെയ്ത് ജീവിച്ച ചന്തുകുട്ടി വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെയാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഗൾഫിലെ കമ്പനി അധികൃതരുടെ ചതിവ് മനസ്സിലാക്കാൻ വൈകിയ ചന്തുകുട്ടി പാസ്പോർട്ട് പോലും നഷ്ടപ്പെട്ടാണ് ജന്മനാടായ പുല്ലൂരിലെ ഉദയനഗറിലേക്ക് മടങ്ങിയെത്തിയത്. ജീവിതത്തിൽ സത്യസന്ധയോടെ ജീവിക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ കാരി വളർത്തലും ആട് കോഴി വളർത്തലുമായി ജീവിതം നയിക്കുകയായിരുന്നു. സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും ജീവിതം വിഷമങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് തെരുവുനായക്കൂട്ടം വില്ലനായെത്തുന്നത്. വീട്ടിനു മുന്നിലെ മേച്ചിൽപ്പുറത്ത് തീറ്റ നൽകാനായി വിട്ട ആടുകളെ നായക്കൂട്ടം കടിച്ചു കീറുകയായിരുന്നു. തെരുവുനായകളെ നശിപ്പിക്കാൻ പഞ്ചായത്തിലും മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും അവർ ഗൗരവമായി എടുത്തില്ലെന്ന് ചന്തുകുട്ടി പറയുന്നു. മതിയാക്കിയിട്ട് വന്നിട്ട് ഉപജീവമാർഗത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആടും കാലീനയിലും പോറ്റി വളർത്തി ജീവിക്കാൻ വേണ്ടി നോക്കി. അത് കുറേ തെരുവ് നായകൾ കടിച്ച് നശിപ്പിച്ചു. ഇപ്പോൾ ഗവൺമെൻറ്റോട് പറയുമ്പോൾ ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള നടപടി അവരെടുക്കുന്നില്ല. അവർ ഇങ്ങനെ മുഖം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് പോകുന്നു. പഞ്ചായത്തിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പഞ്ചായത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവർ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് സ്വീകരിച്ചു എന്ന് പോലും ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല. നഷ്ടങ്ങൾ സഹിച്ചും വളർത്തുമൃഗങ്ങളിൽ നിന്നും വരുമാനം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ തെരുവുനായകൾ വീണ്ടും അക്രമം നടത്തി. ആകെയുള്ള വളർത്തുകോഴികളെ മുഴുവൻ അവ കൊന്നെടുക്കുകയുണ്ടായി. 15ലധികം കോഴികളെ തെരുവുനായക്കൂട്ടം കൂട് തകർത്ത് കടിച്ചു കീറുകയായിരുന്നു. കാക്കയ്ക്കും പരുന്തിനും നൽകാതെ വളർത്തിയെടുത്ത കോഴികൾ ഒന്നൊന്നായി ഇല്ലാതായപ്പോൾ സങ്കടപ്പെടാൻ മാത്രമേ ഈ നാട്ടിൻപുറത്തുകാരന് കഴിഞ്ഞുള്ളൂ. തെരുവുനായകൾ കേരളത്തിലെ പൊതുയിടങ്ങളിൽ ഭീഷണി സൃഷ്ടിക്കുന്നതിൻ്റെ പ്രശ്നം സുപ്രീം കോടതി പോലും ഗൗരവമായി എടുത്തിട്ടുണ്ട്. ആകെയുള്ള വരുമാനമാർഗവും മുടങ്ങി സങ്കടങ്ങളുമായി കഴിയുന്ന ചന്തുകുട്ടിക്ക് മുന്നിൽ ഞങ്ങൾ എത്തുകയുണ്ടായി. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ നിസാരമായി കാണുന്ന ഭരണകൂടത്തിനും തെരുവുനായ ശല്യത്തെ നിസാരമായി കാണുന്ന മൃഗസ്നേഹത്തിനുമെതിരെ ചന്തുകുട്ടി രോഷം കൊണ്ടു. വലിയവൻ്റെ മക്കളെയല്ലോ, പാവപ്പെട്ടവൻ്റെ ആടിനെയും കോഴീനെയും അവൻ്റെ മക്കളെ അടിക്കുന്നു. ഇത് ഷോട്ടും കൂട്ടും കാറിൽ ഇട്ടിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കും. അവർക്കിതൊരു തമാശയാണ്. പാവപ്പെട്ടവൻ്റെ വിഷമം വലിയവന് തമാശയാണ്. അതാണ് കാണുന്നത്. അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓടി വന്ന് അവൻ്റെ കാര്യം എന്തെന്ന്, അല്ലെങ്കിൽ അവൻ എന്തിനു മാത്രം ഇത്ര കഷ്ടപ്പെടുന്നു, അവനെ സഹായിക്കണം. അർഹതപ്പെട്ടവർക്ക് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായവും കിട്ടുന്നില്ല. ഇത് ഉദയനഗർ ഗ്രാമത്തിലെ ഒരു ചന്തുകുട്ടിയുടെ മാത്രം പ്രശ്നമല്ല. സ്വതന്ത്രമായി നടക്കാനാവാതെ സ്കൂൾ വിട്ടു വരുന്ന വഴികളിലും ഒറ്റപ്പെട്ട ഇടവഴികളിലും എന്തിന് സ്വന്തം വീടുകളിൽ പോലും തെരുവുനായകളാൽ ആക്രമിക്കപ്പെടുന്നവരുടെ പ്രശ്നമാണ്. ചർച്ചകളും വിധികളും ഏറെ വരുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരമൊരുക്കാൻ നടപടികൾ ഇനിയും അകലെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഒക്ടോബർ 31 അവസാനിക്കും. സ്ഥാനാർത്ഥികൾ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിൽ മുഴുകിയിരിക്കുകയാണ്. ജനനേതാക്കൾ എല്ലാവരും പ്രചാരണത്തിന് ജില്ലയിൽ എത്തിയിരുന്നു. ജില്ലയിൽ നവംബർ 2 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഒക്ടോബർ 31 വൈകുന്നേരം 5 മണി വരെ മാത്രമായിരിക്കും. അന്നേ ദിവസം വൈകുന്നേരം ജില്ലാ കേന്ദ്രങ്ങളിലും അനുബന്ധ പ്രദേശങ്ങളിലും കൊട്ടിക്കലാശമുണ്ടായിരിക്കും. പ്രധാന മുന്നണികളുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ്. ജില്ലയിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ പ്രചരണത്തിന് എത്തിയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ MP, CPM നേതാക്കളായ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, CPI നേതാക്കളായ കാനം രാജേന്ദ്രൻ, പന്ന്യൻ രവീന്ദ്രൻ, BJP നേതാക്കളായ V മുരളീധരൻ, ശോഭ സുരേന്ദ്രൻ, നളിൻകുമാർ കട്ടിൽ MP, K സുരേന്ദ്രൻ, ലീഗ് നേതാക്കളായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, KPA മജീദ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. ജില്ലയിൽ കടുത്ത മത്സരമാണ് പല വാർഡുകളിലും നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലാണ് മത്സരത്തിന് കാഠിന്യമേറുന്നത്. ഒക്ടോബർ 31 പരസ്യപ്രചാരണം അവസാനിച്ചാൽ പിന്നെ സ്ഥാനാർത്ഥികൾക്ക് നിശബ്ദ പ്രചരണത്തിലൂടെ വോട്ട് നേടാവുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി AGC ബഷീറും LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയും കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത്. എന്തൊക്കെയായാലും ജില്ലയിൽ 10 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുടെ മനസ്സറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പോളിംഗ് ബൂത്തിൽ ചെന്നാൽ വോട്ടർമാർക്ക് ഇനി ടെൻഷൻ വേണ്ട. വോട്ട് ചെയ്യുന്ന രീതി പരിചയപ്പെടുത്തുന്ന വോട്ട് വണ്ടി ജില്ലയിലും. ജില്ലാ പഞ്ചായത്ത് ഭരണകൂടം പിടിച്ചെടുക്കുമെന്ന് UDF. ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം മുന്നണി നേടുമെന്ന് നേതാക്കൾ. പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ ചിത്രീകരണവും. ജില്ലയിൽ 51 ബൂത്തുകളിൽ വീഡിയോ സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യ ഭരണാധികാരി. തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ BJP നേതാക്കളുടെ പര്യടനം. അട്ടിമറി വിജയം നേടുമെന്ന് BJP നേതാവ് CK പത്മനാഭൻ. അപകട പരമ്പരകളുമായി മഞ്ചേശ്വരം. കുഞ്ചത്തൂരിൽ വീണ്ടും വാഹനാപകടം. ഒരാളുടെ നില ഗുരുതരം. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.kasergodchannel.com സന്ദർശിക്കുക. നമസ്കാരം.